പ്രിയമുള്ള സഹോദരന്മാരെ, എന്താണ് ഈ ആംബുലൻസുകൾ? ഒന്നും രണ്ടൊന്നല്ല, 3-4 ആംബുലൻസും പോലീസ് വണ്ടിയും ഒക്കെ പിന്നെ ചീറിപ്പാഞ്ഞു പോകുന്നത് മനസ്സിലായ നിങ്ങൾക്ക്? എന്റെ നാട്ടിലെ ഒരു ലഹരി മാഫിയക്ക് എതിരെ ജനങ്ങൾ സംഘടിച്ചിട്ട് അങ്ങോട്ട് എന്താ പറയാ, അവരെ കൈകാര്യം ചെയ്തു. ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഞാനൊരു ആഴ്ച മുമ്പ് ജൂൺ 20 ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്റെ സുഹൃത്തും എന്റെ നാട്ടുകാരനുമായ സലീമാക്കാക്ക് നേരെ ലഹരി മാഫിയയുടെ ആക്രമണം എന്നും പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കാൻ ചെന്നപ്പോ പോലീസ് സ്റ്റേഷനിൽ CI അത് കേസാക്കണ്ട, ഞങ്ങൾ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഞാൻ വീഡിയോ ചെയ്തിരുന്നല്ലോ. അതിൽപ്പെട്ട പ്രതികൾക്ക് നേരെ നാട്ടുകാരങ്ങട്ട് ഇറങ്ങി. അതിന് പല കാരണങ്ങളുണ്ട്. ഇവര് ഇത്തരത്തില് കേസും കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ വന്നു എന്നല്ലാതെ കാര്യമായ രീതിയിലുള്ള ഇടപെടൽ ഇവരെ മേത്തേക്ക് ഉണ്ടായില്ല. അങ്ങനെ മിനിഞ്ഞാന്ന് വരെ എന്ത് ചെയ്തു എന്നറിയോ? ഇപ്പൊ നിങ്ങളിങ്ങനെ കാണുന്നുണ്ടല്ലോ ഓരോ ഫോട്ടോസ്. ഇന്നലത്തെ പോലെ അവസ്ഥകൾ അതാണ്. 2-3 ആളുകൾ മെഡിക്കൽ കോളേജിലാണെന്നൊക്കെയാണ് കേൾക്കുന്നത്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. അപ്പൊ ആ രീതിയിൽ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മിഞ്ഞാന്ന് ഇവര് ശരിക്ക് അമരമ്പലം പഞ്ചായത്തിന്റെയും ചോക്കാട് പഞ്ചായത്തില് അതായത് ഒരു പോയിന്റ് അക്കരി ഇക്കരിയാണ്. അവിടെ പന്നിക്കോട്ടുമുണ്ട വാളക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു സംഘം ഏകദേശം ഓല താവളം അവിടെ. ഏതായാലും മിനിഞ്ഞാന്ന് പന്നിക്കോട്ടുമുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നിട്ട് അവിടെ ഒരു കച്ചവടക്കാരനുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു സാമ്പത്തിക പിടിച്ചുപറിയോ മറ്റൊക്കെ സംഭവിച്ച് അത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ നാട്ടുകാരെ മേത്തേക്കെടുത്ത് കത്തി കാട്ടി മറ്റുള്ള സംഗതികളൊക്കെ കാട്ടി വേറെന്തോ ഒരു ബ്ലാക്കും ഒക്കെ ഇട്ടിട്ട് വേറെ സ്റ്റൈലിലൊക്കെ വന്നിട്ടൊക്കെ വെല്ലുവിളിച്ച് സഹി കെട്ടിട്ട് നാട്ടുകാരൊക്കെ പാടാൻ കൂടിയിട്ട് അങ്ങോട്ട് വന്നിട്ട് മിഞ്ഞാന്ന് രാത്രി അങ്ങോട്ട് അടിച്ചിട്ട്, അതായത് വൻ പരിക്കാണ്. പരിക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും നാട്ടുകാർ കൈകാര്യം ചെയ്യേണ്ട ഗതിയിലേക്ക് വന്നു. ആ രീതിയിൽ അങ്ങോട്ടായിട്ട് ഒരു മനുഷ്യന്, അതായത് ആ രംഗം പറയുന്നത് കേട്ടാല് നമുക്ക് സത്യത്തില് നമ്മളൊക്കെ ഈ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ സംസാരിക്കുന്ന അത്തരം ഒരു കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റോട് കൂടി കാണുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അവിടെ പറയുന്നത് കേട്ടിട്ട് നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം കുടുംബങ്ങളും നാട്ടുകാരും വരെ അവിടെ കടന്ന് ചത്തോട്ടെ എന്ന് പറയുന്ന രീതി, പച്ചവെള്ളം കൊടുക്കാതെ ആ രീതിയിൽ സ്വന്തം നാട്ടുകാര് പോലും അവരെ വെറുക്കപ്പെട്ടു എന്നുള്ളത് അവർക്ക് പോലും ബോധ്യപ്പെടുന്ന രീതിയിലാണ്. അങ്ങനെ ഇന്നലത്തെ അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി ആംബുലൻസ് വന്ന് കാളികാവ് പോലീസ് സ്റ്റേഷൻ പരിധി, സംഗതി പൂക്കോട്ടുംപാടം പോലീസ് എരുത്താണെങ്കിലും സ്റ്റേഷൻ പരിധി കാളികാവ് ആയതുകൊണ്ട് കാളിയാവുന്ന പോലീസ് വന്ന് പൂക്കോട്ടുംപാടത്തുനിന്ന് മറ്റൊക്കെ ആംബുലൻസ് ചെന്ന് ഇവരെ കൊണ്ടുപോയി നിലമ്പൂര് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ രീതിയിൽ അവിടെ അഡ്മിറ്റ് ചെയ്ത് അവിടുന്ന് റെഫർ ചെയ്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരെ എത്തിയിരിക്കുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ അറിയുന്നത്. അതില് മിനിഞ്ഞാന്ന് രാത്രി അടി കിട്ടുമ്പോ ഓടി രക്ഷപ്പെട്ട് ഒരു പയ്യണ്ടായിരുന്നു. ഓന്റെ അവസ്ഥയാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവൻ രാവിലെ ഇറങ്ങിയിട്ട് വീണ്ടും ഏതൊക്കെ ആളുകളെ എന്തൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ ഭീഷണിയും കാര്യങ്ങളായപ്പോ ഇവന് ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് അതിനായിട്ട് നാട്ടുകാരങ്ങോട്ട് സംഘടിച്ചു ഒരുങ്ങിയ ഒരവസ്ഥ, അതിന്റെ ഒരു പ്രതിഫലനങ്ങൾ അവിടെ സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരവസ്ഥ. ജനങ്ങൾക്ക് ജീവിക്കണ്ടേ? സാധാരണക്കാരനായി ഇപ്പോ പൂക്കോട്ടുംപാടത്ത് സംഭവിച്ചത് എന്താ? ഞാൻ പറഞ്ഞല്ലോ, എന്റെ സുഹൃത്തും SDPIന്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും അതേപോലെ തന്നെ നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി അംഗവുമായ സലീമാക്ക എന്ന് പറയുന്ന വ്യക്തി പൂക്കോട്ടുംപാട് അങ്ങാടിയിൽ നിന്ന് സാധാരണത്തെ പോലെ സംസാരിക്കാണ്. ആ സംസാരിക്കുമ്പോഴാണ് വെറുതെ ഒരു ആവശ്യമില്ലാതെ ഇവര് വന്ന് മെക്കിട്ട് കയറണത്. അതുമായി ബന്ധപ്പെട്ട് അന്ന് 1-2 അല്ല, സലീമാക്ക 3ാമത്തെ ആളാന്നാ പറഞ്ഞത്. അത് വെച്ചുകൊണ്ട് നമ്മളൊരു പരാതി കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പോലീസിന്റെ നടപടികളിൽ വരുന്ന അവിടെ പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ ജനങ്ങൾ രംഗത്തിറങ്ങുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഭയങ്കരമായ ഒരു സംഗതിയായിട്ട് നമ്മൾ മനസ്സിലാക്കുക. കാര്യം നമ്മൾ കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുഭവിച്ചൊരു പ്രയാസമുണ്ട്. ഈ ലഹരി മാഫിയക്കെതിരെ നിയമപരമായ നടപടികൾ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും അതാത് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്നുള്ള ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വാക്കും ആ നിബന്ധനകളൊക്കെ കേട്ടിട്ട് പൊതുപ്രവർത്തകരെന്ന രീതിയിൽ നമ്മൾ പോയി പരാതി കൊടുക്കുമ്പോ ആ പരാതി ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ സ്വമേധയെടുത്ത കേസ് മതി എന്ന് പറഞ്ഞിട്ട് ഇത്തരം ആളുകളെ നിരുത്സാഹപ്പെടുത്തി പറഞ്ഞേക്കുക, അവരെ കളിയാക്കി പറഞ്ഞേക്കുക തുടങ്ങിയ സംഗതികളൊക്കെ പൂക്കോട്ടുംപാടം CA ഒക്കെ സ്വീകരിച്ചത് അത്തരം നിലപാടാണ്. പിന്നീട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കേസെടുത്തു എന്നുള്ളത് മറ്റൊരു വശം. പക്ഷേ ആ കേസെടുത്തതിൽ പോലും ഇവരെ കൃത്യമായി അറസ്റ്റ് ചെയ്ത് നിയമപരമായ നടപടികൾ സ്വീകരിച്ചിരുന്നു എങ്കിൽ
ഇന്ന് ഇത്തരത്തിലൊരു അനിഷ്ട സംഭവം ഈ പറഞ്ഞതുപോലെ സംഭവിക്കില്ലായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരും മറ്റുള്ള ആളുകളും ഒക്കെ വിലയിരുത്തുന്നത്. ആ രീതിയിൽ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതന്നെയല്ലേ സംഭവിച്ചതും. അവരവരുടെ ഗുണ്ടായുസ പരിപാടി നിർത്തിയില്ല, അവരത് തുടർന്നു. വീണ്ടും ഈ കേസ് കൊടുത്തതിന് ശേഷം ഇവര് പന്നിക്കോട്ടുണ്ടാന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് അവിടെ ഒരു കടയുക്കാരനുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രയാസകരമാക്കുന്ന ഒരു വിഷയത്തില് ഇവരുടെ ഗുണ്ടായുസം കാണിച്ചു. സ്വാഭാവികമായിട്ടും നാട്ടുകാരും ബന്ധുക്കളും മറ്റുള്ളവരും എല്ലാ ആളുകളും, അതായത് ഇവരെ കൊണ്ട് ശല്യമുള്ള സകലമാന ആളുകളും ആ രീതിയിൽ പ്രതിരോധിച്ചു. പ്രതിരോധ അപരാധമല്ലല്ലോ, ഇന്ത്യൻ പീനൽ കോഡ് അംഗീകരിക്കുന്ന കാര്യം. ആക്രമിക്കുക എന്നുള്ള ഒരു സിസ്റ്റത്തിൽ വ്യക്തിയാകട്ടെ, അത് ഇനിയിപ്പോ ഒരു ഗുണ്ടാസംഘമാകട്ടെ, എന്ത് വന്നാലും അതിനെ പ്രതിരോധിക്കും എന്നുള്ളത് ഇന്ത്യ രാജ്യം ഭരണഘടന അനുവദിച്ചു തന്നതാ. ആ രീതിയിൽ തന്നെ. കാരണം എന്താ വെച്ചാൽ ഇവര് ചില്ലറ സംഗതിയൊന്നല്ല, ഒരുപാട് കേസുകളിലെ പ്രതികളാ. കാപ്പ പോലും ചുമത്തപ്പെട്ട പ്രതിയാക്കപ്പെട്ട ഒരാളുടെ നേതൃത്വത്തിലാണ് ഇവർ വിലസുന്നത് എന്ന് പോലും വെച്ചുകൊണ്ടാണ് പരാതി കൊടുത്തിട്ടുള്ളത്. മിനിഞ്ഞാന്നും ഇന്നലെയുമായിട്ട് അത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾക്കാണ് പൂക്കോട്ടുംപാടവും പരിസര പ്രദേശങ്ങളും സാക്ഷ്യം വഹിച്ചത് എന്നുള്ളതാണ്. ഏതായാലും ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ നമ്മളെ നാട്ടിൽ നടമാടുമ്പോൾ, ഇത്തരം ലഹരി മാഫിയ പിടിമുറുക്കി അവരുടെ അക്രമത്തിന് ഇരയാകുമ്പോൾ ഓരോ പാവപ്പെട്ട ആളുകളും പ്രതികരിക്കാൻ പോലും ഭയമാണ് ആളുകൾക്ക്. എന്നാൽ പ്രതികരിക്കുന്ന, ജനാധിപത്യ രീതിയിൽ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുന്ന, നിയമപരമായിട്ട് മുന്നോട്ടു പോകാൻ തയ്യാറാകുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തുന്ന ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉള്ള നാട്ടില് ഇങ്ങനെ ജനങ്ങള് ഈ രീതിയിൽ കൈകാര്യം ചെയ്യാൻ തയ്യാറാകുമെന്നുള്ളത് പ്രകൃതിയാണ്. അത് അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. നാട്ടുകാര് എട്ടങ്ങേറായി പ്രയാസപ്പെട്ടിട്ട്, കുടുംബങ്ങളടക്കം പ്രയാസപ്പെട്ടിട്ട്. നിങ്ങളൊന്ന് നോക്കൂ, ഈ വീഡിയോയില് ഈ പറയുന്ന വ്യക്തിയുടെ ഉപ്പ വളരെ ദയനീയമായൊരു സംഗതി, വളരെ ഭയങ്കര സങ്കടമായി. കാരണം ആ പയ്യന്റെ ബാപ്പയാണത്, ഞങ്ങളൊക്കെ അറിയുന്ന വ്യക്തിയാ. അപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അയാൾ നിസ്സായനാണ്, പാവം. അദ്ദേഹം വന്ന് നോക്കണ രംഗൊക്കെ നമുക്ക് ഭയങ്കര പ്രയാസമായി. കാരണം എന്താ വെച്ചാൽ ഓരോരുത്തർ കൊടുക്കണ ഇങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ടേ, കാരണം അദ്ദേഹം ഒരു വികലാംഗനാണല്ലോ. അപ്പൊ ആ രീതിയിലൊക്കെ പരിഗണിച്ചുകൊണ്ടൊക്കെ ജനങ്ങൾ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന പയ്യന്റെ ഉപ്പ. അദ്ദേഹം വരുന്ന രംഗം കണ്ടപ്പോൾ സത്യത്തിൽ ഭയങ്കര പ്രയാസം തോന്നി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഓരോരുത്തർ കൊടുക്കുന്ന നാണയത്തുട്ടുകൾ സ്വരൂപിച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്രതീക്ഷയോടുകൂടി ഉണ്ടാക്കുന്ന മക്കളെ ഈ രീതിയിലായി മാറുമ്പോൾ, പ്രിയമുള്ളവരെ, എനിക്ക് ഇതിലൊരു കാര്യങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, അവനാന്റെ മക്കൾ ചെയ്യൂല എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ആരും നിൽക്കണ്ട. പരമാവധി നോക്കിക്കോളൂ. ഇതൊക്കെ അഡിക്റ്റായി കഴിഞ്ഞാണ്ടല്ലോ ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്കുള്ള മാരകമായ മയക്കുമരുന്നുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഇന്നത്തെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ മകുടോദാഹരണമാണ് എന്റെ നാട് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. മകുടോദാഹരണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത്തരത്തിൽ അടിച്ചമർത്തേണ്ട ഒരു ഗതിയിലേക്ക് സമൂഹം മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്ന രീതിയിൽ മാരകമായ ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ ആളുകളും ഇന്ന് അത്തരത്തില് മാഫിയകളുടെ അടിമകളായി, ഇത്തരം ലഹരിക്ക് അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക. ഏതായാലും ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നോക്കി കാണേണ്ടത് തന്നെയാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ശക്തമായ ജാഗ്രത ഈ വിഷയത്തിൽ ഉണ്ടാവണമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.